ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മളാണെങ്കിൽ ടാർസൻ കാർ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കി നോക്കാം. അപ്പോൾ ഗൈസ് ഇതേതായാലും സ്റ്റീലിൻ്റെ ടാർസൻ കാറിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് ഞാനേതായാലും ഇപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലാണുള്ളത്. ഇവിടുന്ന് നമുക്ക് ബൈക്കൊക്കെ ഫ്രീ ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ ഗൈസ്. ഇവിടെ തിരിച്ച് കൊണ്ടുപോയി വെച്ചായിരുന്നാൽ മതി. ഞാനേതായാലും ഈ ഹയാബൂസ എടുത്തു. വേറെ ഇവിടെ KTM RC ഡൂക്കൊക്കെ ഇരുമ്പുണ്ട്. അതൊക്കെ ഞാൻ കുറേ ഓടിച്ചിട്ടുള്ളതാണ്. ഹയാബൂസിനെ ഓടിച്ചുള്ളത്. അത് കാരണം നമുക്കിത് ഓടിച്ചുകൊണ്ട് പോകാം. വണ്ടി കൊള്ളാട്ടോ. ഒരു കണ്ണാപ്പി റൈഡർ പോകുന്നുണ്ട്. അപ്പം നമുക്കേതായാലും നമ്മുടെ ഷോപ്പിലോട്ട് പോകാം. ടാർസൻ കാറിൻ്റെ കാര്യം എന്തായി കാണുമെന്തോ. നമുക്കേതായാലും വേഗം പോയി നോക്കാം. എൻ്റെ അമ്മച്ചേ ഏസ് ഞാൻ ചെറുതായിട്ട് വണ്ടി കൊണ്ട് കയറ്റി ഫോർച്യൂണറിൻ്റെ അകത്തോട്ട്. ഫോർച്യൂണർ ലെജൻഡറിൻ്റെ അകത്തോട്ട് കൊണ്ട് ഇടിച്ച് കയറ്റി. പയ്യെല്ലാം പോയതായിരുന്നു. എന്താ ചേട്ടാ വണ്ടി ഇങ്ങനെ നട റോട്ടിൽ നിർത്തിയിട്ടങ്ങനെ? ആൾക്കാരൊക്കെ പറന്നു പോകുമ്പോൾ ഇങ്ങനെ ഇടിച്ച് കയറ്റൂലേ? അതുകൊണ്ട് ചേട്ടനൊരു ശിക്ഷ തരാം. ഇന്ന് ഈ ഗ്ലാസ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ശരിയെന്നാ അത്രയൊക്കെ ചെയ്താൽ മതി ഗൈസ്. എനിക്കാണെങ്കിൽ കാല് നല്ല വേദന എടുക്കുന്നുണ്ട്. കുടിഞ്ഞു എന്നാണ് തോന്നണേ. ഇവിടെ അടുത്ത് തന്നെ ഹോസ്പിറ്റലുള്ളതിൻ്റെ കുഴപ്പമില്ല. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇന്ന് എന്തിൻ്റെ കേടാണെന്നൊന്നും അറിയില്ല ഗൈസ്. ഇതാണ് ഹോസ്പിറ്റല്. ഇവിടെ ആംബുലൻസൊന്നും കാണാനില്ല. ആംബുലൻസൊക്കെ ആരെങ്കിലും കൊണ്ടുപോയി കാണും. നമുക്കേതായാലും ബൈക്ക് കൂടെ വെച്ചിട്ട് ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് പോയി നോക്കാം എന്താ നമുക്ക് പറ്റിയെന്ന്. എനിക്കാണെങ്കിൽ കാലിൽ നല്ല വേദന എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്തിൻ്റെ സുഖേടായിരുന്നു എനിക്ക്. കാല് ഒടിഞ്ഞു എന്നാണ് തോന്നണേ. നടക്കാനൊന്നും പറ്റില്ല ഗൈസ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും ചെറിയ വേദനയുണ്ട്. ഡോക്ടർ 5 ഇഞ്ചക്ഷൻ കൊടുത്തു. മുറിഞ്ഞോടത്തൊക്കെ ബാൻഡേജൊക്കെ ഒട്ടിച്ചു ഗൈസ്. ഇപ്പോൾ വലിയ വേദനയൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടുണ്ട് ഗൈസ്. അത് കുഴപ്പമില്ല. നമുക്കെന്തായാലും നമ്മുടെ വണ്ടി എന്തായെന്ന് പോയി നോക്കാം ഗൈസ്. ഈ ഷോപ്പിലായിരുന്നു ഞാൻ വണ്ടി മോഡിഫൈഡ് ചെയ്യാൻ കൊടുത്തായിരുന്നേ ഗൈസ്. ചേട്ടാ വണ്ടി എന്തായി, റെഡിയായോ? ഓടോ വണ്ടി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് എവിടെ വണ്ടി എവിടെ ഗൈസ്? ഇവിടെ പിന്നെ കുറേ 2 ലംബോർഗിനി, ഒരു കോൺസെഗും, ഒരു ഓടിയൊക്കെ കിടക്കുന്നുണ്ട്. ഈ 3 വണ്ടി മോഡിഫൈഡാണ്. ഈ ഓടി ഇതുവരെ മോഡിഫൈഡ് ചെയ്തിട്ടില്ല. ഇത് ചേട്ടാ എൻ്റെ വണ്ടി അവിടെ ഇപ്പോൾ അവിടെ നിൻ്റെ വണ്ടി ഷോപ്പിൻ്റെ പുറകുവശത്ത് ഞാൻ ഇട്ടുണ്ട്. നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്താണ് അവിടെ ഇട്ടത്. അപ്പോൾ ചേട്ടാ പൈസ എത്രയായി? 2 ലക്ഷം. 2 ലക്ഷം എന്നാൽ ശരി ഗൈസ്. ഞാനിവിടെ ഈ ചേട്ടന് പൈസ ഒക്കെ കൊടുത്തു. നമ്മുടെ വണ്ടിയാണെങ്കിൽ പുറകുവശത്താണ് കിടക്കണേന്നാണ് പറഞ്ഞത് ഗൈസ്. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ വണ്ടി. എൻ്റെ മോനെ ഗൈസ്, ഇത് ആ വണ്ടികളെ പോലെ മോൺസ്റ്റർ ട്രക്കാക്കി മാറ്റി. ഇതേതായാലും കൊള്ളാട്ടോ ഗൈസ്. പിന്നെ വണ്ടിയുടെ പെയിൻറ്റ് മാറ്റി റെഡാക്കി. ഇനി ഇത് ടാർസൻ കാറാണെന്ന് ആർക്കും തോന്നില്ല. നമുക്കേതായാലും ഇനി ഇതുകൊണ്ട് ഇന്ത്യയിലോട്ട് പോകട്ടോ ഗൈസ്. ഗൈസ് ഞാനിവിടെ എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ്. നമുക്കിനി ഫ്ലൈറ്റ് വരുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓ ഗൈസ്, എൻ്റെ വണ്ടിയുടെ ബോണറ്റ് തെറിച്ചു പോയി. ഇയാൾ പിന്നെ എന്ത് പണിയാണ് കാണിച്ചേ? ഇയാൾ വണ്ടി നശിപ്പിക്കുകയാണ് ചെയ്തത്. ഓ ഇതിൻ്റെ സ്ക്രൂ പോയതായിരുന്നു കേട്ടോ ഗൈസ്. ഞാനത് അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എയർപോർട്ടിൻ്റെ പാർക്കിങ്ങാണിത്. പ്ലെയിൻ വന്നിട്ടില്ല. പ്ലെയിൻ വരുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. നമുക്കുള്ള ഫ്ലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കേതായാലും ഇനി വണ്ടി എടുത്തോണ്ട് ഫ്ലൈറ്റിലോട്ട് കയറാം. എന്നിട്ട് ഈ വണ്ടി ഇമ്പോർട്ട് ചെയ്ത് തിരിച്ച് ഇന്ത്യയിലോട്ട് തന്നെ കൊണ്ടുപോകാം. ഞാനേതായാലും വണ്ടി എടുത്തോട്ടോ ഗൈസ്. ഇത് വണ്ടി വലിയ വണ്ടിയായിരുന്നു, തിരിക്കാനൊക്കെ ഇച്ചിരി പാടാണ്. പിന്നെ ഇത്രയും വെയിറ്റൊക്കെ കൂടിയായിരുന്നു വണ്ടിയുടെ സ്പീഡ് ഇച്ചിരി കുറഞ്ഞുണ്ട് കേട്ടോ ഗൈസ്. അത് കുഴപ്പമില്ല, തൽക്കാലത്തേക്കല്ലേ. നമുക്ക് ഇതിൻ്റെ ഇന്ത്യയിലത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ ഗൈസ്. അപ്പോൾ തൊട്ട് നമുക്ക് വണ്ടി പഴയതുപോലെ ആക്കാം. ഇതിൻ്റെ അന്വേഷണമൊക്കെ അവർ നിർത്തട്ടെ. നമുക്ക് ഏതായാലും ഇനി ഫ്ലൈറ്റിലോട്ട് വണ്ടി കയറ്റാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ഫ്ലൈറ്റിലാണുള്ളത്. നമ്മുടെ വണ്ടീൻ്റെ അകത്തുണ്ട്. വണ്ടി പുറകിലേതോ സ്ഥലത്താണ് അവർ വെച്ചേക്കണേ. നമുക്കിനി ഇന്ത്യയിലോട്ട് എത്താറായി. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞാനിവിടെ വണ്ടി പ്ലെയിനിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ ഇന്ത്യയിലത്തെ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് നമ്മൾ. ഇനി നമുക്ക് നേരെ ഒന്നും നോക്കണ്ട, വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോകാം.
ഇവിടെ പിന്നെ ആരും കാണാനില്ല ഗൈസ്. ഞാൻ വണ്ടി സേഫായിട്ട് എൻ്റെ വീട്ടിലെത്തിച്ചു. ആ പോലീസുകാരൊന്നും ഈ വണ്ടി അന്വേഷിക്കണ പോലും ഇല്ലയെന്നാണ് എനിക്ക് തോന്നണേ. നമുക്കേതായാലും ഇനി വീടിൻ്റെ അകത്ത് പോവാം. ഇതെന്താണ് ഗൈസ്, ഞാനെന്തോ സൈറൻ്റെ ശബ്ദമൊക്കെ കേട്ടല്ലോ. പോലീസാ? എന്താ സാറേ, സാറെന്താ ഇവിടെ? എടാ, നമ്മുടെ സിറ്റിയിലൊരു ടാർസൻ കാർ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. വണ്ടി കാണുമ്പോൾ ടാർസൻ കാർ പോലെ ഉണ്ട്. പിന്നെ സാർ, അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാഗണാർ ഞാൻ മോഡിഫൈഡ് ചെയ്ത് അങ്ങനെ ആക്കിയതാണ്. അല്ലാതെ നമ്മുടെ കയ്യിലൊക്കെ എവിടെ നിന്നാ സാറേ? ഞാനങ്ങനെ അടിച്ചു പറ്റുമൊന്നുമില്ല. ഇങ്ങനെയൊന്നും മോഡിഫൈഡ് ചെയ്യരുത് കേട്ടോ മോനെ. ആ ശരി സാറേ, ഞാൻ തൽക്കാലത്തേക്ക് ഒരു റേസിന് വേണ്ടി ചെയ്തതാണ്. ഓക്കെ, പോലീസ് വണ്ടന്മാർ ഇവിടെ പോയിട്ടുണ്ട്. ഞാൻ റേസിന് വേണ്ടി മോഡിഫൈഡ് ചെയ്തതെന്ന് കള്ളം പറഞ്ഞു.